സ്റ്റുഡൻസ്. അപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ മറ്റു കുറച്ച് സെറ്റ്സ് ഓഫ് ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ജനറ്റിക്സ് ഓഫ് ലൈഫ്, ജീവന്റെ ജനതകം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു മനുഷ്യനെ പറ്റിയിട്ടും അദ്ദേഹത്തിന്റെ കുറെ കണ്ടുപിടുത്തങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് നമ്മൾ നോക്കിക്കേ, എന്താണ് ജനറ്റിക്സ് എന്ന് പറയുന്നത്? എന്താണ് ജനറ്റിക്സ് അഥവാ ജനിതക ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? സംതിങ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ജീൻ ആണല്ലേ. നമുക്ക് ജീൻ എന്താണെന്ന് അറിയാം അല്ലെ. ജീൻ എന്താണ്? നമ്മളുടെ ഡി എൻ എയുടെ ഒരു സെഗ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജീൻ എന്ന് വിളിക്കുന്നത്. അപ്പോ ആ ജീനിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി, ദ സ്റ്റഡി ഓഫ് ജീൻസിനെ പറ്റി പഠിക്കുക. ഹെറിഡിറ്ററി, പാരമ്പര്യം, വേരിയേഷൻ, പലതരത്തിലുള്ള മാറ്റങ്ങൾ, ഇവയെല്ലാം പറ്റി പഠിക്കുന്ന കാര്യമാണ് ഇത് ജനറ്റിക്സ് അഥവാ ജനിതക ശാസ്ത്രം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് എക്സ്പ്ലെയിൻ ഹൗ ദ ട്രേറ്റ്സ് പാസ്ഡ് ഫ്രം പാരന്റ്സ് ടു ദ ഓഫ്സ്പ്രിങ്. എങ്ങനെയാണ് ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു അമ്മയിൽ നിന്ന് എന്താവുന്നത് അടുത്ത തലമുറയിലേക്ക് പാസ് ചെയ്യണേന്നാണ് നോക്കുന്നത്. ഇത് കണ്ടുപിടിച്ചത് ആരാണ്? ദ ഗ്രേറ്റ് ഗ്രിഗർ മെന്റൽ അല്ലെ. ഗ്രിഗർ മെന്റൽ ആണ് എന്ത് കൊണ്ടുവന്നത്? ഈ പറയുന്ന ജനറ്റിക്സ് എന്ന് പറയുന്ന ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത്, ജനിതക ശാസ്ത്രം മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പൊ ജനിതക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? ജീനുകൾ, പാരമ്പര്യം, വ്യത്യാസങ്ങൾ എന്നിവയുടെ പഠനം. മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് അല്ലെങ്കിൽ സന്തതികളിലേക്ക് സ്വഭാവങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. സ്ഥാപകനാരാണ്? ഗ്രിഗർ മെന്റൽ. ഓക്കെ, അപ്പോ ഇദ്ദേഹമാണ് അദ്ദേഹം, ഗ്രിഗർ മെന്റൽ. ജോർജ് ഇടയിലുള്ള പേര് ഞാൻ പറഞ്ഞേ, ജോർജ് ജോഹാൻ മെന്റൽ. ഓക്കെ, ജോർജ് അല്ല, ഗ്രിഗർ. ഓക്കെ, ഗ്രിഗർ ജോഹാൻ മെന്റൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ബയോഗ്രഫി പോലെയാണ്. 1822 ജനിച്ച മനുഷ്യനാ. ഓക്കെ, ആൻഡ് അദ്ദേഹം എന്തിലാണ് പരിപാടി നടത്തിയെന്ന് അറിയാം. പഠനം നടത്തിയത് നമ്മുടെ പീ പ്ലാന്റിലാണ്. നമ്മുടെ പയറ് ചെടിയിലേടാ എന്തിനും ഏതിനും പോകുന്ന ബലവും ഗുണവുമുള്ള നമ്മുടെ പീ പ്ലാന്റ്, പയറ് ചെടിയിലാണ് അദ്ദേഹം സ്റ്റഡി നടത്തിയത്. ആൻഡ് ഹി പബ്ലിഷ് ദ വർക്ക് ഇൻ 1866, അങ്ങ് 40 വർഷങ്ങൾക്ക് അപ്പുറം. ആൻഡ് ഹി ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് ജനറ്റിക്സ് അല്ലെ. 40-ാം വയസ്സിലെ ജനറ്റിക്സിന്റെ ഫാദറായി മാറി അല്ലെ. സോ 1822 ജനിച്ചു, ചെക്ക് റിപ്പബ്ലിക്കിലാണ്. പയറ് ചെടിയിൽ പരീക്ഷണങ്ങൾ നടത്തി. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണം എപ്പോ നടന്നു? 1866. ആൻഡ് അദ്ദേഹമാണ് ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്ക് ആദ്യമേ അടുത്തത് എന്താ പഠിക്കാനുള്ളത്? ഇനി ദ റേഷ്യോ ബിറ്റ്വീൻ ട്രേറ്റ്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി 3:1 എന്ന് പറയുന്ന റേഷ്യോയില് അദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? പാരന്റ് പ്ലാന്റ് ആയിട്ട് ഹൈറ്റ് ഉള്ള ഒരു പയറ് ചെടിയും ഹൈറ്റ് കുറഞ്ഞ ഡോർഫ് ആയിട്ടുള്ള ഒരു പയറ് ചെടിയും അദ്ദേഹം എടുത്തു. ഓക്കെ, അങ്ങനെ അദ്ദേഹം രണ്ടുപേരെയും കൂടി ക്രോസ് ചെയ്തപ്പോ അദ്ദേഹത്തിന് കിട്ടിയത് എന്താടാ? അദ്ദേഹത്തിന് കിട്ടിയത് എന്താണ്? ഒരു ടോൾ ട്രീ ആണ്. അപ്പോ എന്താണ്? സ്മോൾ ടി അല്ലെ. ടോളിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ടി. ഡോർഫിനെ നമ്മൾ സ്മോൾ ടി ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തത്. അപ്പോ ഇവരെ രണ്ടുപേരെയും കൂടി ക്രോസ് ചെയ്തപ്പോ നമുക്ക് ടോൾ പ്ലാന്റ് ആണ് കിട്ടിയത് ആണല്ലോ. എപ്പോ? ഫസ്റ്റ് ജനറേഷൻ, F1 ജനറേഷനില്. ഇനി F2 ജനറേഷൻ ആയപ്പോഴോ പിന്നെയും എന്ത് ചെയ്തു? ഒരു ടോൾ പ്ലാന്റിനെ മറ്റൊരു ഡോർഫ് പ്ലാന്റിനെയും കൂടി എന്ത് ചെയ്തു? അദ്ദേഹം ഫ്യൂസ് ചെയ്തു. അങ്ങനെ ഇവരിൽ നിന്നും പിന്നീട് സെക്കൻഡ് ജനറേഷൻ ആയപ്പോ എന്ത് പറ്റി? ഒരാള് ടോളും ഒരാള് ഡോർഫും ആയി. അപ്പൊ എന്തായി? 3:1 റേഷ്യോയിലായി. ഓക്കെ, 3:1 റേഷ്യോയിലായി. എന്ത്? അവിടുത്തെ ഗ്രോത്ത്. ഓക്കെ, അല്ലെങ്കിൽ അവിടുത്തെ ട്രേറ്റ്സ് കിട്ടിയത് എങ്ങനെയാ? 3 ടോളും ഒരു ഡോർഫും പ്ലാന്റ് ആയിട്ടാണ് അദ്ദേഹത്തിന് പഠനത്തിലൂടെ കിട്ടിയത്. ആൻഡ് ദാറ്റ് ഈസ് ദ മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം മോണോഹൈബ്രിഡ് ക്രോസിന് വേണ്ടി എടുത്തത് ആരെയായിരുന്നു? ഹൈറ്റ് ആയിരുന്നു അദ്ദേഹം എടുത്ത ഒരു ട്രേറ്റ്, ഒരു സ്വഭാവ സവിശേഷത. ഓക്കെ, ആൻഡ് ടോളിനെ അദ്ദേഹം ടി ആയിട്ടും ഡോർഫിനെ അദ്ദേഹം സ്മോൾ ടി ആയിട്ടും. ഡൊമിനന്റ് എന്ന് വെച്ചാൽ എന്നതാടാ? എറിച്ചു നിൽക്കുന്ന സ്വഭാവം. ഇപ്പൊ ഭയങ്കര ദേഷ്യക്കാരനായിട്ടൊരു അച്ഛനും ഭയങ്കര പാവമായിട്ടുള്ള ഒരു അമ്മയും. ഓക്കെ, അവർക്കൊരു മോനുണ്ട്. മോൻ എന്ന് പറഞ്ഞാൽ പഞ്ച പാവ. അപ്പൊ നമ്മൾ പറയാം അല്ലെ, അവന് കറക്റ്റ് ആ പാവ അമ്മയുടെ സ്വഭാവം കിട്ടിയേ എന്ന് നമ്മൾ പറയാം അല്ലെ. അപ്പോ അവര് ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് അമ്മയുടെ സ്വഭാവം, റെസസീവ് ആയിട്ട് കാണപ്പെടാത്ത അല്ലെങ്കിൽ അത്ര എക്സ്പ്രസ് ആവാത്ത സ്വഭാവം അച്ഛൻ്റെ അത് കിട്ടിയിട്ടുമില്ല എന്ന് നമ്മൾ പറയും അല്ലെ. അപ്പോ ടോൾ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഡോമിനന്റ് ആയിട്ട് എറിച്ചു നിൽക്കുന്ന സ്വഭാവമാണ്. ഡോർഫ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റീവ്, അവിടെ എന്താ? സപ്രസ്ഡ് കണ്ടീഷനിലാണ്. അപ്പൊ F1 ജനറേഷൻ ആയപ്പോ എല്ലാവരും എന്ത് കിട്ടി? ഒരു ടോൾ പ്ലാന്റ്. ഓക്കെ, അപ്പോ
ടോൾ പ്ലാന്റിന്റെ ടിടിയും ഡോർഫ് പ്ലാന്റിന്റെ ടിടിയിൽ നിന്നും ഇവർ ഓരോരുത്തരെ ഗ്യാമീറ്റിനെ ഫ്യൂസ് ചെയ്തപ്പോ എന്ത് കിട്ടി? ടിയും 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 പിന്നെ എന്ത് കിട്ടി? ഇതിങ്ങനെ ഇതാക്കുമ്പോ എന്ത് പറ്റുന്നു? ടിയും ടിയും ഇപ്പഴത്തെ എന്താവുന്നു? ഇവർ ഓരോരുത്തരെയും എടുക്കുമ്പോ നമുക്ക് അവസാനം ഒന്നുകൂടി നോക്കിക്കേ, ടോൾ പ്ലാന്റും ഡോർഫ് പ്ലാന്റും അതിൽ ഇവർ ഓരോരുത്തരുടെ ഗ്യാമീറ്റ്സുകളെ വെച്ച് നമ്മൾ ഫ്യൂസ് ചെയ്തു. ഓക്കെ, ഓരോ ഗ്യാമീറ്റ്സിനെ വെച്ച് ഫ്യൂസ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? എല്ലാ ആൾക്കാരും ടോളായി മാറി ഇല്ലേ? ഇതും കൂടി ചേർന്നപ്പോ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയി. ഇവരും കൂടി ചേർത്തപ്പോ ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇനി ഇയാളും കൂടി ചേർന്നപ്പോ ക്യാപിറ്റൽ ടി സ്മോൾ ടി. പിന്നെ ഇയാളും കൂടി ചേർന്നപ്പോ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണല്ലോ. അപ്പൊ 3:1 കണ്ടീഷനിൽ നമുക്ക് എന്ത് കിട്ടി? അല്ലെങ്കിൽ എല്ലാവരും അവിടെ ടോളായി. ഓക്കെ, അപ്പൊ 3 പേര് ടോളും. F2 ജനറേഷൻ ആയപ്പോ എന്ത് പറ്റി? F2 ജനറേഷൻ ആയപ്പോ പിന്നെ അവിടെ ആരെയാണ് ക്രോസ് ചെയ്തത്? ടോളിനെയും ഡോർഫിനെയും വെച്ച് പിന്നെയും ക്രോസ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? 3:1 എന്ന് പറയുന്ന കാട്ടി. F1 ജനറേഷനിൽ എല്ലാവരും ടോളായിരുന്നു, ടിയും ടിയും. എന്തുകൊണ്ടിട്ട് ഇവിടെ ടി വന്നേ? ഇയാളാണ് ഡൊമിനന്റ്, ക്യാപിറ്റൽ ടി ഡൊമിനന്റ് ആയതുകൊണ്ട് അതേ അവിടെ എക്സ്പ്രസ്ഡ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പൊ മോണോ ഹൈബ്രിഡ് ക്രോസ് ഒരു സ്വഭാവത്തിന്റെ പഠനം അദ്ദേഹം എടുത്തു. ഏത് സ്വഭാവം എടുത്തേ? ചിടിയുടെ ഉയരം അല്ലെ? അപ്പൊ ആധിപത്യം അവിടെ ആർക്കാ? ടോൾ, ദേശീയക്കാരനായ പാവമായ അമ്മ അല്ലെ? ഡോർഫ് എന്ന് വെച്ചാൽ പൊക്കം കുറവാണ്. നിങ്ങൾക്ക് പറയാനുള്ള എളുപ്പത്തിൽ പറയുവാണേ. ഡോർഫ് എന്ന് പറയുമ്പോൾ സ്മോൾ ടി പരാജിതം, അവിടെ സപ്രസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. അപ്പൊ എന്ത് പറ്റി? ആ F1 ജനറേഷനിൽ എല്ലാവരും ടോളായി. പക്ഷേ സെക്കൻഡ് ജനറേഷൻ ആയപ്പോ, F2 ജനറേഷൻ ആയപ്പോ 3 ആൾക്കാർ ടോളും ഒരാള് ഡോർഫുമായിട്ടാണ് അവിടെ കാണപ്പെട്ടത് മോണോ ഹൈബ്രിഡ് ക്രോസില്. നോക്കിക്കേ, ടോളും ഡോർഫും കൂടെ അവരാണ് പാരന്റ്. അപ്പൊ ആരെ കിട്ടി? നമ്മുടെ ടോളിനെ കിട്ടി ഫസ്റ്റ് ജനറേഷനില്. സെക്കൻഡ് ജനറേഷൻ ആയപ്പോ എന്ത് കിട്ടി? ഒരു ടോളും ഒരു ഡോർഫും കിട്ടിയല്ലോ. അപ്പോ ഈ ടോളും ഡോർഫും കിട്ടിയപ്പോ നമുക്ക് കിട്ടിയപ്പോ ഇവരെല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കണ്ടീഷനായി. ഓക്കെ, ഇങ്ങനത്തെ കണ്ടീഷനായി മാറി, അവിടെ മാറി. അപ്പൊ എന്ത് പറ്റി? 3 ടോളും ഒരു ഡോർഫ് പ്ലാന്റും ആയിട്ട് അവിടെ സെക്കൻഡ് ജനറേഷനിൽ മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ കേസിൽ കിട്ടി. മോണോ എന്താണ്? ഒന്ന്, ഒരു സ്വഭാവ സവിശേഷത അവിടെ ഫ്യൂസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ജെനറ്റിക്സിൽ പഠിക്കാനുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ഉണ്ട് കേട്ടോ മക്കളെ. ഫസ്റ്റ് വൺ ആണ് ആര്? ജീൻ. ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? DNA ഒരു സെഗ്മെന്റ് ആണ്. അതിലുപരി യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി, പാരമ്പര്യത്തിന്റെ ഘടന എന്നറിയപ്പെടുന്ന ആളാണ് ആര്? ജീൻ എന്ന് പറയുന്നത്. പാരമ്പര്യ ഘടന, ജീൻ. അപ്പൊ അല്ലീൽ എന്താ മക്കളെ? അല്ലീൽ എന്ന് പറഞ്ഞ ഡിഫറെന്റ് ഫോംസ് ഓഫ് ജീൻ, ഒരു ജീനിന്റെ പല ഫോംസ്. ഇപ്പൊ അച്ഛന്റെ ദേഷ്യം നമുക്ക് കിട്ടി എന്ന് കരുതുക. ഓക്കെ, ആ ചെക്കന് ഇപ്പൊ അച്ഛന്റെ ദേഷ്യം കിട്ടി. പക്ഷേ അച്ഛന്റെ ദേഷ്യം പലതരത്തിലുണ്ടാവും അല്ലെ? പെട്ടെന്ന് ദേഷ്യപ്പെടുന്നാവും, അല്ലെങ്കിൽ ഇങ്ങനെ ആണൊക്കെ ചെയ്തിട്ട് അല്ലെ? അങ്ങനെ ഒരു ഇതിന് പല രീതിയിലുള്ളതാണ് നമ്മൾ എന്ത് പറയുന്നത്? അല്ലീൽസുകൾ എന്ന് വിളിക്കുന്നത്. ജീനിന്റെ വ്യത്യസ്ത രൂപങ്ങൾ. ഇനി എന്താണ് ജീനോടൈപ്പ്? ജനറ്റിക് മേക്കപ്പിനെയാണ് നമ്മൾ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ജീൻസിന് വേണ്ടടാ മേക്കപ്പും മേക്ക് ഓവറൊക്കെ. ഓക്കെ, അപ്പൊ ജനറ്റിക് മേക്കപ്പ് ആണ് ജീനോടൈപ്പ്. ഈ ആൾക്കാര്. ഫീനോടൈപ്പ് എന്താ? വിസിബിൾ ആയിട്ട് കാണാൻ കഴിയുന്നത്. ടോളാണോ? ഡോർഫാണോ? റെഡ് കളർ പൂവാണോ? റോസ് കളർ പൂവാണോ? അങ്ങനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നത്. ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ജീനുകളുടെ ഘടന. സ്മോൾ ടി ക്യാപിറ്റൽ ടി, സ്മോൾ ടി ക്യാപിറ്റൽ ടി. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജീനോടൈപ്പ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന സ്വഭാവങ്ങൾ, ട്രേറ്റ്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫീനോടൈപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് മെൻഡലിയൻ ലോ അല്ലെങ്കിൽ മെൻഡൽസ് ലോ എന്ന് പറയുന്നത്? എന്താ മെൻഡൽസ് ലോ എന്ന് പറഞ്ഞാൽ അവിടെ പല രീതിയിൽ നമുക്ക് ഇവയെ പേര് മാറ്റാം. അദ്ദേഹം വർക്ക് ചെയ്തതാണ് ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഓക്കെ, എന്തൊക്കെയാണ് മെൻഡലിയന്റെ നിയമങ്ങളാണ്? ആധിപത്യ നിയമം, വേർതിരിവ് നിയമം, പിന്നെ സ്വാതന്ത്ര്യ സംയോജന നിയമം. ഇങ്ങനെ 3 നിയമങ്ങൾ അല്ലെങ്കിൽ 3 ലോസുകളാണ് പ്രധാനമായിട്ടും അദ്ദേഹം കണ്ടുപിടിച്ച ഓരോ കാര്യങ്ങൾ. ഓക്കെ, അപ്പോ നമുക്ക് മോണോ ഹൈബ്രിഡ് എന്താണെന്ന് മനസ്സിലായല്ലേ? ഒരു സ്വഭാവ സവിശേഷതനെ അദ്ദേഹം ക്രോസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? അടുത്ത ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ അദ്ദേഹം കാണിച്ചു തന്നു. പിന്നെ അദ്ദേഹം ചെയ്താണ് ഡൈ ഹൈബ്രിഡ്. ഡൈ എന്ന് വെച്ചാൽ എന്നാ മക്കളെ?
രണ്ടല്ലേ? രണ്ടെന്നാണ് അർത്ഥം. അപ്പൊ രണ്ട് സ്വഭാവങ്ങൾ, രണ്ട് ട്രേറ്റ്സുകൾ അവിടെ എടുത്ത് അദ്ദേഹം പഠിച്ചു. അദ്ദേഹം എടുത്തത് എന്തായിരുന്നു അറിയോ? ഹൈറ്റും സീഡും എടുത്തു. ഹൈറ്റും സീഡിന്റെ ഷേപ്പും കേട്ടോ, ഹൈറ്റും സീഡിന്റെ ഷേപ്പും. നമുക്കറിയാം ഒരു പ്ലാന്റിനെ സംബന്ധിച്ച് ഉയരമുള്ള പ്ലാന്റും ഉയരം കുറഞ്ഞ പ്ലാന്റും ഉണ്ടാവും ഇല്ലേ? ചില വിത്തുകൾ എങ്ങനെയാ? നല്ല റൗണ്ട് വിത്ത് ഉണ്ടാവും, വ്രിങ്കിൾഡ് വിത്തുകളും ഉണ്ടാവും, സീഡ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ചില പൂക്കൾ എങ്ങനെയായിരിക്കും? ചില പൂക്കൾ ഇങ്ങനെ നല്ല റെഡ് കളർ, ഇപ്പൊ ചെമ്പരത്തിനെ പല കളർ മക്കൾ കണ്ടിട്ടുണ്ട് അല്ലേ? റെഡ് കണ്ടിട്ടുണ്ടാവും, പിങ്ക് കണ്ടിട്ടുണ്ടാവും, ലൈറ്റ് ഒരു പീച്ച് കളർ, ഒരു വൈറ്റ് ഷെയ്ഡ് ഒക്കെ ഉള്ള പല ടൈപ്പ് ചെമ്പരത്തി പൂക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ബൊഗെയ്ൻവില്ല. അപ്പോ അങ്ങനെ രണ്ട് ക്യാരക്ടർ അദ്ദേഹം എടുത്തു. ഒന്നെന്ന് പറയുന്നത് ചെടിയുടെ ഹൈറ്റും, രണ്ടെന്ന് പറയുന്നത് സീഡിന്റെ ഷേപ്പുമാണ്. ഓക്കെ, അപ്പോ ഇവിടെ F2 പ്രകാരം അവിടുത്തെ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ത് കിട്ടി? 9:3:1 അല്ലെ? 9:3:1. ഇത് ചോദിക്കൂ കേട്ടോ. നമ്മളുടെ മോണോഹൈബ്രിഡിന്റെ കേസിൽ എങ്ങനെയായിരുന്നു? മോണോഹൈബ്രിഡിന്റെ കേസിൽ F1 ജനറേഷനിൽ എങ്ങനെയായിരുന്നു? എല്ലാവരും ടോളായിരുന്നു അല്ലെ? F2 ജനറേഷൻ ആയപ്പോ ഇത് 3:1 ആയി. ഇനി നമ്മളുടെ ഡൈഹൈബ്രിഡ് കോഴ്സിന്റെ കേസിലാണെങ്കിലോ F2 ജനറേഷൻ ആയപ്പോ എന്ത് സംഭവിച്ചടാ? 9:3:1 വന്നു. അപ്പോ ഇത് നിങ്ങളോട് ചോദിക്കും, മാറിപ്പോരുത്, പറന്നു പോരുത്. ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ജീനുകളുടെ സ്വഭാവ സവിശേഷത. അതാണ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത്. ഇനി ഫീനോട്ടിപ്പിക് എന്ന് വെച്ചാൽ എന്താ? ഇവിടുത്തെ ട്രേറ്റുകളുടെ റേഷ്യോ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫീനോട്ടിപ്പിക് അല്ല. ഫീനോട്ടിപ്പിക് ഏതാണ്? ടോള്, ഡോർഫ്, അതുപോലെ തന്നെ കളറും സീഡ്സിന്റെ ഷേപ്സ് ഒക്കെ വരുമ്പോ പലത് വരുന്നുണ്ട്, പറഞ്ഞുതരാം. ഓക്കെ, അത്ര ഡീറ്റെയിൽ ആയിട്ട് മക്കൾക്ക് പഠിക്കാനില്ല, ഇത്ര ഓർത്താൽ മതി. ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സ്വഭാവ സവിശേഷതകളുടെ പഠനം. അതിൽ ഇദ്ദേഹം എടുത്തത് ഏതൊക്കെയാ? ഹൈറ്റും അതുപോലെ തന്നെ സീഡിന്റെ ഷേപ്പും ആണല്ലോ. ഇവിടെ F2 ജനറേഷൻ എത്തിയപ്പോ ദ റേഷ്യോ ബിക്കം എന്തായി മാറി? റേഷ്യോ ബിക്കം 9:3:1 ആയി. ഓക്കെ, രണ്ട് സ്വഭാവങ്ങളുടെ പഠനമാണ് എടുത്തത്. ഉദാഹരണമായിട്ട് അദ്ദേഹം എടുത്തത് ഉയരവും വിത്തിന്റെ ആകൃതി, ഷേപ്പ് അല്ലെ? F2 അനുതാപമായപ്പോ അത് എന്ത് റേഷ്യോ കിട്ടി? 9:3:1 കിട്ടി. ഓക്കെ, ഇനി എന്താണ് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാലാണ് നമ്മൾ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം എന്താണ് ട്രേറ്റ്സ് എന്ന് പറഞ്ഞ സ്വഭാവമാണ് അല്ലെ? അപ്പോ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. മിസ് കളർ കൊടുത്താണ്ടോ? പിങ്ക് അല്ലെ? അപ്പോ നമുക്കറിയാം പിങ്ക് എപ്പോഴാണ് മക്കളെ കിട്ടുന്നത്? നല്ല ഇപ്പൊ പെയിന്റ് ചെയ്യുന്ന മക്കൾക്കൊക്കെ അത്യാവശ്യം പെട്ടെന്ന് മനസ്സിലാവും അല്ലെ? എങ്ങനെയാണ്? റെഡും ചെറിയൊരു വൈറ്റ് ഷെയ്ഡ് കൊടുക്കുമ്പോൾ, വൈറ്റും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് മക്കളെ എന്ത് കിട്ടുന്നത്? പിങ്ക് കളർ കിട്ടുന്നത് അല്ലെ? അപ്പോ അതിനൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ അതിന് പറയാൻ പറ്റുന്ന ഒരാളാണ് ആര്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. റെഡും വൈറ്റും ചേരുമ്പോൾ നമുക്ക് പിങ്ക് കിട്ടുന്നുണ്ട് അല്ലെ? ഇനി കോഡോമിനൻസ് എന്ന് പറയുന്നതിന് ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം. അതായത് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം കോഡോമിനൻസിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ഈ പറയുന്ന നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസി വരുന്നതാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, രണ്ടാമത് ഏതാണ്? കോഡോമിനൻസ്, ABO ബ്ലഡ്. ഇത് ചോദിക്കൂ കേട്ടോ, ചിലപ്പോൾ മാച്ച് ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാവുന്ന ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി മൾട്ടിപ്പിൾ അല്ലീൽസുകൾ എന്താണ്? ജീനിന്റെ പല അഭാഗങ്ങൾ അല്ലെങ്കിൽ പല തരത്തിലുള്ള ജീനിന്റെ വ്യത്യസ്തമായ സവിശേഷതകളാണ്. അപ്പൊ അതിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ് IA, IB, സ്മോൾ I ഒക്കെ അല്ലീൽസുകളുടെ പല മൾട്ടിപ്പിൾ അല്ലീൽസുകൾ. പിന്നെ നമുക്ക് നമ്മുടെ നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസിൽ വരുന്ന കാര്യമാണ് പോളിജനിക് ഇൻഹെറിറ്റൻസ്. ചിലർ പറയും അല്ലെ, പക്ഷെ നമ്മൾ അങ്ങനെ പറയരുതല്ലേടാ. ഇപ്പൊ ബോഡി ഷേമിങ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യമാണല്ലേ. ഇപ്പൊ നിങ്ങൾ ചുമ്മാ കളിയാക്കാനാണെങ്കിലും ഇത് എന്തിടാ വെളുത്ത് പാറിയിരിക്കുന്നതൊക്കെ പറയല്ലേ, ഭയങ്കര വെളുപ്പ് ഒരു പ്രശ്നമാവും. ചില കുട്ടികൾക്ക് ഭയങ്കര നീ എന്താ കരിപോലെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുക അല്ലെ. അങ്ങനെ ഒരിക്കലും ചോദിക്കരുത്. കാരണം എന്താ? അത് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസിൽ വരുന്ന പോളിജനിക് ഇൻഹെറിറ്റൻസിന്റെ അണ്ടറിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ്. നമ്മുടെ സ്കിന്നിന്റെ കളർ, നമുക്ക് മേ ബി പല കാര്യങ്ങളും കൊണ്ടായിരിക്കാം നമ്മുടെ സ്കിന്നിന്റെ കളർ ബേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ നല്ല വെളുത്ത അച്ഛനും അമ്മയായിരിക്കും, പക്ഷെ മോൻ ചിലപ്പോൾ കറുത്തു പോയിരിക്കും, അല്ലെങ്കിൽ ഇച്ചിരി ഡള്ളായിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പൊ എന്താ കളിയാക്കും അല്ലെ? ഓ
ഓ നിന്റെ അച്ഛനമ്മ വെളുത്തിട്ടിരിക്കണേ, നീ എന്തിങ്ങനെ കറുത്തിരിക്കണേ എന്ന് ചോദിക്കും അല്ലെ. പക്ഷെ നിങ്ങൾ അങ്ങനെ ചോദിക്കരുത്. കാരണം ഇറ്റ്സ് ഓൾ അബൌട്ട് ജീൻ. മേ ബി അത് ആ കുട്ടിയുടെ അച്ഛന്റെയോ അമ്മയുടെയോ പാരന്റ്സിന്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജീനായിരിക്കാം ആ കുഞ്ഞിന് പാസ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവുക. സോ നിങ്ങൾ ഒരിക്കലും കളറിന്റെ ബേസിലോ ശരീരത്തിന്റെ ആകൃതിയുടെ ബേസിലോ ആരെയും കളിയാക്കരുത്. ദിസ് എല്ലാം എന്താണ്? ജെനറ്റിക്സ് ആണ് മക്കളെ, ജെനറ്റിക്സ് ആണ്. ഓക്കെ, സോ പോളിജനിക് ഇൻഹെറിറ്റൻസിന് ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ ഏതാ? നമ്മുടെ സ്കിൻ കളർ, ത്വക്കിന്റെ നിറം. അപ്പൊ നോക്കിക്കേ, നോൺ മെന്റേലിയൻ പാരമ്പര്യം അനുസരിച്ച് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ചുമപ്പും വെള്ളയും കൂടി ചേർന്ന് എന്താവുന്നു? പിങ്ക് ആവുന്നു. കോഡോമിനൻസ് ആണെങ്കിൽ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം, രക്തഗ്രൂപ്പ്. മൾട്ടിപ്പിൾ അലീലാണെങ്കിൽ IAIB സ്മോൾ ഐ. പിന്നെ പോളിജനിക് ആകുമ്പോൾ ത്വക്കിന്റെ നിറം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എപ്പോഴൊക്കെയാണ് ഒരച്ഛനിൽ നിന്നും ഒരമ്മയിൽ നിന്നും അല്ലെങ്കിൽ പാരന്റിൽ നിന്നും മോസ്പ്രിങ്ങിലേക്ക് എങ്ങനെയാണ് മാറ്റങ്ങൾ വന്നേന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാ നോക്കിക്കേ, വേരിയേഷൻ ഇൻ ഓഫ്സ്പ്രിങ്സ്, സന്തതികളിലെ വ്യത്യാസങ്ങൾ. ഇപ്പൊ മിസ് കുറച്ചു മുന്നേ പറഞ്ഞ പോലെ അച്ഛൻ്റെ അമ്മയുടെ നിറമായിരിക്കില്ല, അച്ഛൻ്റെ അമ്മയുടെ ഹൈറ്റ് ആവണമെന്നില്ല കിട്ടണത്, അച്ഛൻ്റെ അമ്മയുടെ ശരീരപ്രകൃതി ആവണമെന്നില്ല. കാരണം എന്താണ്? ഇവിടെ സെൽ ഡിവിഷൻ അല്ലെങ്കിൽ കോശങ്ങള് ഡിവൈഡ് ചെയ്യുന്ന പല സ്റ്റേജസ് ഉണ്ട്. അതിൽ ഒരാളാണ് മിയോസിസ് എന്ന് പറയുന്ന സ്റ്റെപ്പ്, എം ഫേസ് എന്ന് പറയും. ഓക്കെ, മിയോസിസ്. ആ സമയത്ത് നമ്മളുടെ ശരീരത്തിൽ നടക്കുന്ന ഒരാളാണ് ആര്? ക്രോസിംഗ് ഓവർ എന്ന് പറയും. നമുക്കറിയാം ക്രോമസോം ഉണ്ട് അല്ലെ. ക്രോമസോം എന്തോ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് അല്ലെ. ഇദ്ദേഹത്തിന്റെ ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ നെക്സ്റ്റ് അഡ്ജസന്റ് ക്രോമസോമിൽ നിന്നും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ടാവോടാ? ജീൻസുകൾ തമ്മിൽ ഒരു എക്സ്ചേഞ്ച് നടക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ക്രോസിംഗ് ഓവർ നടക്കുന്നത് കൊണ്ടാകാം അച്ഛൻ്റെ അമ്മേന്റെ സ്വഭാവത്തിൽ നിന്ന് മകനോ അല്ലെങ്കിൽ മകൾക്ക് സ്വഭാവം മാറുന്നത്. അല്ലെങ്കിൽ റീകോമ്പിനേഷൻ ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ, അച്ഛന്റെ അമ്മേന്റെയും അല്ലെങ്കിൽ അവര് മീറ്റ് ചെയ്ത സമയത്ത് തന്നെ, ഫെർട്ടിലൈസേഷൻ സമയത്ത് തന്നെ അവിടെ എന്തെങ്കിലും റീകോമ്പിനേഷൻ, പുതിയൊരു സാധനം അല്ലെങ്കിൽ പുതിയൊരു ജീൻ അവിടെ ജനറേറ്റ് ചെയ്തത് കൊണ്ടാകാം എന്ത് സംഭവിക്കുന്നത്? ഈ പറയുന്ന വേരിയേഷൻ മക്കളിൽ കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ്സുകളിൽ കാണാൻ കഴിയുന്നത്. ഇപ്പൊ പറയാല്ലേ, ഹോ എന്ത് നല്ല മുടിയാ, ഈ മുടി നമ്മുടെ ഈ കുടുംബത്തിൽ ആർക്കും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ കൊച്ചിന് ഈ മുടി കിട്ടി എന്ന് ചോദിക്കും അല്ലെ. കാരണം ചിലപ്പോ അത് ആ ഫാമിലി ട്രീയില് അല്ലെങ്കിൽ ആ ഒരു ജനറ്റിക് ട്രീയില് ഈ മോൾക്ക് അല്ലെങ്കിൽ ഈ കുട്ടിക്കായിരിക്കും ഇങ്ങനത്തെ ഒരു മുടി കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ പറയല്ലേ, ഓ കുടുംബത്തിൽ ആർക്കില്ലല്ലോ, പിന്നെ ഇതെങ്ങനെ കിട്ടി ഈശോയെ അല്ലെങ്കിൽ തമ്പുരാനെ എന്നൊക്കെ ചോദിക്കും അല്ലെ. കാരണം എന്താണ്? അത് മേ ബി ആ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മേന്റെയും മീറ്റിംഗ് ഫെർട്ടിലൈസേഷൻ സമയത്ത് അച്ഛൻ്റെ അമ്മയുടെയും സ്പേമും ഓവും കൂടെ അല്ലെങ്കിൽ ജീവികളുടെ സ്പേമും ഓവും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന റീകോമ്പിനൻസുകളുടെ ഭാഗമായിട്ടാകാം ഓഫ്സ്പ്രിങ്സുകൾക്ക് എന്ത് വേരിയേഷൻസ് സംഭവിക്കാം. ദെൻ മ്യൂട്ടേഷൻ, സഡൻ ആയിട്ടുള്ള ജീൻസുകളിലുള്ള ചേഞ്ച്. സഡൻ ആയിട്ട് ജീൻസുകളിലുള്ള ചേഞ്ചിനെയാണ് എന്ത് വിളിക്കുന്നത്? മ്യൂട്ടേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോ സന്തതികളിലെ വ്യത്യാസങ്ങളുടെ കാരണം എന്തൊക്കെയാണ്? മേ ബി ക്രോസിംഗ് ഓവർ ആകാം, ഫെർട്ടിലൈസേഷൻ സമയത്ത് റീകോമ്പിനേഷൻ, അതുപോലെ തന്നെ മ്യൂട്ടേഷൻ, അപ്രതീക്ഷിതമായിട്ട് ജീൻസുകളിൽ വരുന്ന മാറ്റങ്ങൾ. ഓക്കെ, ഇനി അപ്പൊ എന്താണ് ഇപ്പൊ തൊട്ട് മുന്നേ മ്യൂട്ടേഷൻ എന്താന്ന് നമുക്ക് നോക്കാം. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജീനിനെ സംബന്ധിച്ച് ആ ജീനില് പെട്ടെന്ന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ചിലപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഇങ്ങനെ, ഇത് ചുമ്മാ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളൂ കേട്ടോ മിസ്. ഓക്കെ, അപ്പൊ മ്യൂട്ടേഷനെ സംബന്ധിച്ച് സഡൻ ഹെറിഡിറ്റബിൾ ചേഞ്ചസ് ഇൻ ദ DNA-യിലുള്ള പെട്ടെന്നുള്ള മാറ്റത്തിനെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അത് പല തരത്തിലാകാം. ചിലപ്പോൾ കെമി മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ എന്താ? കെമിക്കൽസ് കൊണ്ടുണ്ടാവുന്ന രാസപ്രക്രിയ കൊണ്ടുണ്ടാവുന്ന മാറ്റങ്ങളാവാം. അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് റേഡിയേഷൻസുകൾ അടിക്കുന്നുണ്ട് അല്ലെ, നമ്മളിപ്പോ വെളിയിൽ ഇറങ്ങുമ്പോൾ, അതുകൊണ്ട് റേഡിയേഷൻസ് വഴിയാകാം. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇറർസുകൾ കൊണ്ടും മ്യൂട്ടേഷൻ സംഭവിക്കാം. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ റിയലി ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ ദ എവല്യൂഷൻ. പരിണാമം എന്ന് പറയുന്ന പ്രക്രിയയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടനയാണ് ആര്? മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടിട്ടാണ് ഓഫ്സ്പ്രിങ്സുകൾക്ക് സ്വഭാവ മാറ്റങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം മ്യൂട്ടേഷൻ ആണെന്ന് പറയുന്നത്. DNA-യിൽ പെട്ടെന്നുണ്ടാവുന്ന മാറ്റം അല്ലെ, നമ്മുടെ DNA-യിൽ പെട്ടെന്നുണ്ടാവുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? മ്യൂട്ടേഷൻ വരുന്നത്. കാരണം എങ്ങനെയൊക്കെയാ? വിഖീകരണം, അതായത് അല്ലെങ്കിൽ രാസവസ്തുക്കൾ, ആൻഡ് ഓൾസോ എന്താണ്, പലതരത്തിലുള്ള
പിശുക്കുകൾ, അതായത് ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും പെട്ടെന്നുള്ള പെശക് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, സംതിങ് എറർ എന്നൊക്കെ പറയില്ലേ, ആ സാധനം. ദെൻ പരിണാമത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ആര്? മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. മ്യൂട്ടേഷൻ ചോദിച്ചാൽ അപ്പൊ എന്താ മക്കളെ ഇതിന്റെ? ദ സഡൻ ഇൻഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ ദ DNA. ഓക്കെ, DNA-യിലുള്ള മാറ്റം. ഇനി നമുക്ക് ജെനറ്റിക്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും എന്തൊക്കെ തരത്തിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസുകൾ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ജെനറ്റിക്സ് നമ്മളെ സഹായിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ദ മെഡിക്കൽ ജെനറ്റിക്സ്. മെഡിക്കലി അല്ലെങ്കിൽ അങ്ങനെയാണ് ആരോഗ്യപര രീതിയിൽ ജെനറ്റിക്സ് വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് അല്ലെ. കാരണം എന്തുകൊണ്ടിട്ടാ? നമുക്കറിയാം ക്യാൻസർ എന്ന് പറയുന്നത് വളരെ പ്രശ്നക്കാരനായിട്ടുള്ള ഒരാളാണ്. അതുപോലെ പലതരത്തിലുള്ള ജെനറ്റിക്സ് രോഗങ്ങള് കണ്ടുപിടിക്കാനും ഡയഗ്നോസ് ചെയ്യാനും അത് പരിഹരിക്കാനും ഒക്കെ ജെനറ്റിക്സ് ഒരു കാരണമായിട്ടുണ്ട് അല്ലേ. സോ മെഡിക്കൽ ജെനറ്റിക്സ്. പിന്നെ ഏതാ? മോളിക്കുലാർ ജെനറ്റിക്സ് എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ മോളിക്കുലാർ ബയോളജി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ മക്കളെ? അതായത് നമ്മളുടെ ശരീരത്തിലുള്ള ജീൻസുകൾ അല്ലെങ്കിൽ DNAസുകൾ ഇവയിൽ ഉണ്ടാവുന്ന സ്റ്റഡീസുകളെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോളിക്കുലാർ സ്റ്റഡീസ്, കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത സ്റ്റഡീസിനെ വിളിക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ജെനറ്റിക്കൽ സ്റ്റഡിയാണ് മോളിക്കുലാർ ജെനറ്റിക്സ് എന്ന് പറയുന്നത്. നല്ല ഭയങ്കര അടിപൊളി ഒരു സംഭവമാണ്. പക്ഷെ ഭയങ്കര മേ ബി മക്കൾക്ക് അത്തരത്തിലുള്ള ഫീൽഡിലോട്ടൊക്കെ പോകണമെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി ഡ്രൈ ആണ് സംഭവം. സ്റ്റഡിയൊക്കെ ഇത്തിരി ഡ്രൈ ആണ്. ഫുൾ ടി സ്മോൾ ടി ലാർജ് ടി അങ്ങനെ കുറെ ഫിനോടൈപ്പും ജീനോടൈപ്പും ഒക്കെ പഠിച്ച് നമുക്ക് ഇച്ചിരി റിലേക്ക് പോവും. അപ്പൊ ബാക്കി ഇഷ്ടമുണ്ടെങ്കിൽ നല്ല ഒരു അടിപൊളി ഒരു സെക്ഷനാണ് പറയുന്ന മോളിക്കുലാർ ജെനറ്റിക്സും ബയോടെക്നോളജിയും ജീനോമിക്സ് ഒക്കെ. ഓക്കെ, അപ്പോ പിന്നെ നമ്മുടെ റിസർച്ച് ആൻഡ് ഹെൽത്ത് കെയർ. മിസ് പറഞ്ഞ പോലെ ക്യാൻസർ അതുപോലത്തെ മാരകമായ കുറേ രോഗങ്ങൾ കണ്ടുപിടിച്ച് അതിൽ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാട് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ള ഒരു മേഖലയാണ് ഇത് നമ്മളുടെ ജെനറ്റിക്സ് എന്ന് പറയുന്നത്. തൊഴിലവസരങ്ങൾ ധാരാളമുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, ക്ലിയർ? അപ്പോ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.